അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കുറച്ച് കുഞ്ഞൻ സാധനങ്ങൾ ഇത് കേട്ടോ, നമ്മുടെ പാവയ്ക്ക. ഇതൊരു കുഞ്ഞൻ സാധനമാണ്, പക്ഷെ ഇവൻ ആള് ഇച്ചിരി കേമനാണ്, നല്ല കയ്പാണ് ഈ സംഭവത്തിന്. അപ്പോൾ ഇത് നമ്മൾ ഇതാണ്ട് ഓൾറെഡി ഇവിടെ നമ്മൾ അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കയ്പ് എങ്ങനെ നമുക്ക് കുറച്ച് നമുക്കിവനെ ഒന്നൊരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയെടുക്കാം. അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മുടെ ചീനച്ചട്ടിക്ക് അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ചീനച്ചട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് എണ്ണയൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഒഴിച്ചു വെച്ചായിരുന്നു, അധികം സമയം കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അതെ, അപ്പോഴേ ഇതിൻ്റെ അത് നമ്മൾ കുറച്ച് സാധനങ്ങളോടൊക്കെ ചേർത്തിട്ടാണ് നമ്മളുടെ കയ്പ് നമ്മൾ കുറച്ചെടുക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പാവയ്ക്കാട്ടിലും കയ്പ് കൂടിയതാണ്, പക്ഷെ ഈ പാവയ്ക്കയുടെ കയ്പ് പോലും നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇത് സംഭവം ഉണ്ടല്ലോ, സാധനം ഇത്ര വലിപ്പമേ ഉള്ളൂ. ഇത് ഇതിന്റെ ഏറ്റവും വലിപ്പം, ഇതിന്റെ ഏറ്റവും മാക്സിമം വലിപ്പം. പക്ഷെ ഉണ്ടല്ലോ അസാധ്യ കയ്പാണ് ഈ സാധനത്തിന്. ഇത് നമ്മള് മണം വരുന്നുണ്ടല്ലോ, കയ്പാണ്, മണത്തിന് ഒരു കയ്പ്. അപ്പൊ നമ്മുടെ സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആദ്യം തന്നെ നമ്മുടെ പാവയ്ക്ക ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു ടീസ്പൂൺ എണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മുടെ വെളിച്ചെണ്ണ വേണത് എടുക്കാതെ. നമ്മൾ സാധാരണ മെഴുക്കുവരട്ടിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ മറ്റേ കടുകൊക്കെ വറുത്തിട്ടില്ലേ ചെയ്യുന്നത്, പക്ഷേ ഇത് നമ്മൾ നേരെ നമ്മൾ ഈ വളരെ സിമ്പിളായിട്ടൊരു മെഴുക്കുവരട്ടിയാണ് ചെയ്യുന്നത്. ഇത് എല്ലാവർക്കും കഴിക്കാനൊക്കെ ഇഷ്ടമായിരിക്കും, പക്ഷേ ഇതിൻ്റെ കയ്പ് ഓർക്കുമ്പോൾ കഴിക്കണമെന്ന് വേണ്ടതെന്ന് ചിന്തിക്കുന്നൊരു സാധനമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പച്ചമുളകാണ് എടുക്കുന്നത്. മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അതിൻ്റെ കൂടെ നമ്മൾ ഒരു സവോള. അപ്പോൾ നമ്മളിവിടെ എരിവിന് ആവശ്യമായിട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. 3 പച്ചമുളകാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ എത്രമാത്രം ഇതെടുക്കുന്നുള്ള കുഴപ്പമില്ല, അതിനനുസരിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ സവോളയും അതിലേക്ക് പറ്റിയിട്ട് കുറഞ്ഞു പോകും. അപ്പം നമുക്കിതിനകത്ത് ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഈ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കിയതിന് ശേഷം ഉണ്ടല്ലോ നമുക്കിതൊരു ചെറിയ തീയിൽ നമുക്കൊന്ന് ആവിയിൽ വെന്തെടുക്കണം. ഇച്ചിരി കൂടെ പരിപാടി എന്നാലേ ഇതിൻ്റെ അവന്മാരുടെ ഒരു കയ്പ് നമുക്കൊന്ന് കുറച്ചെടുക്കാൻ പറ്റും. നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇത് നടന്നിരുന്ന് വേകട്ടെ. ഇത് 3/4 പങ്ക് വേഗം. അപ്പൊ നമ്മളെ വേഗം വെച്ച് നമ്മുടെ പാവയ്ക്ക് നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ടായിരുന്നേ, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ പാവയ്ക്കാരുടെ അകത്തുനിന്ന് അത്യാവശ്യം നല്ല വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. കാര്യം നമ്മൾ എന്ന് വെച്ചാൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു ഇതിൻ്റെ അകത്ത്. നമ്മൾ അതിൻ്റെ വെള്ളം ഒന്നും കളയുന്നില്ല. ചിലപ്പോഴേ ചിലർ പറയും പാവയ്ക്കകത്തുനിന്ന് പിഴിഞ്ഞൊക്കെ കളയണം. അപ്പം പിന്നെ അതിൻ്റെ അകത്തുനിന്ന് അതൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് കയ്പ് കുറയ്ക്കാൻ നമ്മൾ ഇതിനകത്ത് മെയിൻ സാധനം വെച്ചാൽ നമ്മുടെ തേങ്ങാക്കൊത്താണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് നമുക്ക് തേങ്ങാക്കൊത്തിടാം. ഇതിന് പകരം വേണമെങ്കിൽ കൊപ്ര വേണേലും ചേർക്കാവേ. നമ്മൾ കൊപ്ര മേടിച്ച് വെച്ചായിരുന്നു, എവിടെയാണ് കണ്ടില്ല. നമ്മൾ പിന്നെ പെട്ടെന്ന് തേങ്ങാക്കൊത്തിലേക്ക് മാറി. അപ്പം എന്തായാലും കൊപ്രയാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുന്നുണ്ടോ. ഓൾറെഡി ഒന്ന് ഡ്രൈ ആയിട്ട് നിൽക്കുന്നുണ്ടേ. പക്ഷെ ഇത് കുഴപ്പമില്ല, കാരണം ഈ പച്ച ആയതുകൊണ്ട് ഇതിലേക്ക് കയ്പൊക്കെ ഉണ്ടെങ്കിലേ കാടിൻ്റെ ഉണ്ടല്ലോ തേങ്ങ വലിച്ചെടുത്തോളൂ. അപ്പം ഇതിലേക്ക് നമുക്ക് ഒരു 2 കറിവേപ്പില വിളിച്ചു കൊടുക്കാവേ. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കാം. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ തെറിച്ച് വരും. അപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ആവശ്യത്തിന് ഉപ്പില്ലെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇത് പാവയ്ക്കും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, തന്നെ തിന്നും. മറ്റേ കയ്പേ നന്നായിട്ട് കുറയും. അത് നമ്മുടെ ഈ ഉള്ളി ഉണ്ടല്ലോ അത് സൈഡ് മുട്ടില്ല. ഉപ്പെല്ലാം കറക്റ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ പച്ചമുളകിൻ്റെ എരിവുണ്ടല്ലോ അത് മതി. നമ്മൾ മറ്റേ മുളക് പൊടിയൊന്നും ചേർക്കേണ്ട കാര്യമില്ല. അതെ, ഒത്തിരി ആഡംബരം ഒന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു മെഴുകുവരട്ടി തയ്യാറാക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സാധനം. ഇതുണ്ടല്ലോ, ഇതുണ്ടോ
ഇത് നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ല. നമ്മുടെ നാട്ടിൽ സാധാരണ നമ്മളെ ഇച്ചിരി പച്ച കളർ കുറഞ്ഞ അതെ വെളുത്ത ഇച്ചിരി വെളുപ്പ് കളറുള്ള സാധനമല്ലേ. ഇത് അസാധ്യം കയ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം പറയുന്നു കർണപ്പൊട്ടി മുളക് എന്നൊക്കെ പറയത്തില്ല, അതുപോലെ അസാധ്യ കയ്പ്. കാഞ്ഞിരം കാഞ്ഞിരം അതല്ലേ ആ വാർത്ത കാഞ്ഞിരം. കാഞ്ഞിരത്തിൽ കൂടി ചവച്ച പോലത്തെ കയ്പാണ് ഇത്. പക്ഷേ വളരെ നല്ല 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 ടേസ്റ്റ് ആണ് സാധനത്തിന്. ടേസ്റ്റ് അല്ല, നല്ല ഗുണമാണ് സാധനത്തിന്. കാരണം ഇതിന് ആരോഗ്യപ്രദമായിട്ട് ഒരുപാട് ഇതൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഈ കാടിൻ്റെ സൈഡിൽ നിന്നൊക്കെ പറിച്ചിട്ട് ഒരു സാധനമാണ്. അവിടെയാണ് ഇതിൻ്റെ മെയിൻ കൃഷിയുള്ളത്. അപ്പോൾ എന്തായാലും ഇതുപോലെ നല്ല കയ്പ് കൂടിയ പാവയ്ക്കായിട്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തേങ്ങാക്കൊത്ത് കൂടുതൽ ചേർത്തിട്ട് നമ്മുടെ എന്താ പറയുക സവോളയും പിന്നെ നമ്മുടെ പച്ചമുളകും കറിവേപ്പിലൊക്കെ ചേർത്ത് നല്ലൊരു കയ്പ് കുറഞ്ഞൊരു മെഴുക്ക് വരട്ടി നമുക്ക് റെഡിയാക്കി എടുക്കും. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് വന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ഒരു അതൊന്ന് ഓൺ ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചു. അപ്പം നമ്മളിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. ആ ഫോട്ടോ ഒക്കെ വരത്തില്ല, അപ്പോൾ അതൊക്കെ കിട്ടി നോക്കിയാൽ മതി. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ പിന്നെ അഭിപ്രായവും നിർദ്ദേശവും പിന്നെ ഇതുപോലെ ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അറിയാൻ മേലാത്ത ആൾക്കാർക്കില്ല, അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം വ്യത്യസ്തമായൊരു വേറെ റെസിപ്പിയായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.